ഹായ്, നമുക്കിന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫിനുള്ള ചേരുവകളാണ് ഇരിക്കുന്നത്. 2 മീഡിയം രീതിയിലുള്ള സവാള, ഇഞ്ചി, കറുകപ്പട്ടയും ഗ്രാമ്പും, സർവ്വസുഗന്ധിയുടെ ഇല, 5 ചെറിയ ചുള വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ അതിനുള്ള മസാലക്കൂട്ടുകൾ. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇത്രയാണ് ഇന്നത്തെ ഇറച്ചിക്ക് കൂട്ടാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ. നമ്മുടെ ഈ ഇറച്ചിക്കകത്തേക്ക് എന്തൊക്കെ പൊടികൾ ഉണ്ടെന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് ശരിയാണ്, ഞാൻ റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ആക്കിയില്ല, അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ആക്കിയെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് ചേർത്തേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബീഫ് കഴുകി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടികളും ഉള്ളിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 കഷ്ണം പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളിൽ നിന്ന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല ഇത്ര ഇടുക. ഇത്ര ഇട്ടതിന് ശേഷം ശകലം വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കണ്ട, ഉപ്പ് ഇടണം കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് നോക്കണം. എന്നിട്ട് ഒരു അല്പം പോലും വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ഈ ബീഫിന് തന്നെ ഇറങ്ങി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പൊ ഇതിന് 4 അല്ലെങ്കിൽ 5 വിസിലാണ് വരുത്തേണ്ടത്. അപ്പൊ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇറച്ചി വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ടു, ഏലക്ക, കറുകപ്പട്ട, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ആ സവോള മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും ഉണ്ടാക്കാം. പൊടികളെല്ലാം മൂത്തും അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്കിട്ട് ഇളക്കി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് തൂളി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നല്ല ചാറോടുകൂടി നല്ല രുചിയുള്ളത്. അപ്പത്തിൻ്റെ കൂട്ടത്തിലോ ദോശയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ബീഫ് കറിയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.